ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. വീണ്ടും ദാവീദ് പ്രഖ്യാപിക്കുകയാണ്, ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കും. ദാഹവും വിശപ്പുമൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായ ആവശ്യങ്ങളാണ്. ലോകപരമായ ദാഹം ശമിപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഓടി വാടി തളർന്ന് തകർന്ന് തരിപ്പണമായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ ഉറവയെ നാം തേടുന്നത്. ആ ജീവൻ്റെ ഉറവ മറ്റാരുമല്ല, ഈ ലോകത്തിൽ മറ്റൊന്നുമല്ല, അത് ക്രിസ്തുവാണ്. സ്വർഗത്തിൽ നിന്ന് എന്നിലേക്ക് നിന്നിലേക്ക് ഒഴുകി വന്ന ജീവൻ്റെ ഉറവ ക്രിസ്തു. അവനോട് പറ്റിച്ചേരുവാൻ കഴിയുമ്പോൾ ദാഹം മാറും, ക്ഷീണം മാറും. സ്വർഗീയ ആനന്ദത്താൽ ആത്മാവ് ആഹ്ലാദിക്കാൻ തുടങ്ങും. യഥാർത്ഥ ജീവിതം ആരംഭിക്കേണ്ടത് അവിടെയാണ്. ഈ ലോകത്തിൽ തന്നെ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത്. ദാവീദിനെ പോലെ തീവ്രമായ ആ ആഗ്രഹം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. കർത്താവേ, നിന്റെ ഉയിർപ്പിൻ്റെ ജീവനാൽ നിത്യജീവൻ നൽകുന്ന നിന്റെ ആത്മാവിനോട് ചേർന്നുള്ള നിത്യവാസത്തിനായി എന്നെ ഒരുക്കണമേ. നമുക്കൊരുമിച്ച് പാടാം, ഉയർപ്പിൻ ജീവനാൽ. നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോട് കൂടെ നിത്യവസമേ, കർത്താവിനോട് കൂടെ നിത്യവസമേ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോട് കൂടെ നിത്യവസമേ. പാർപ്പിടം മനോഹര ഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം, എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോട് കൂടെ നിത്യവസമേ. ശുദ്ധരിൽ ശോഭനം അവകാശമാം ശാലേ, പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും, മന്നവനാം യേശുവിനോട് കൂടെ വാണിടും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോട് കൂടെ നിത്യവസമേ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോട് കൂടെ നിത്യവസമേ. കർത്താവിനോട് കൂടെ നിത്യ
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലാവുക എന്നാൽ ക്രിസ്തുവിൽ തന്നെ ലയിക്കുക എന്നതാണ്. ക്രിസ്തുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ കഴിയാത്തവണ്ണം അവനിൽ ലയിക്കുക. എന്തൊരു മനോഹരമായ ജീവിതാനുഭവമാണ് ക്രിസ്തുവിൽ ലയിക്കുക എന്നത്. പിന്നെ പഴയ മനുഷ്യന് ഒരു പ്രസക്തിയുമില്ല. പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ഇനി ക്രിസ്തുവിലാണ് ജീവിതം. പൗലോസ് ഇത് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ജീവനുള്ള ദൈവത്തെ നിഷേധിച്ച് ദൈവമക്കളെ ഉപദ്രവിച്ച് നടന്നിരുന്നതായ ഒരു പഴയ കാലം, തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ, മാലിന്യങ്ങളാൽ അകപ്പെട്ട ഒരു ജീവിതം ആ പഴയ മനുഷ്യനുണ്ടായിരുന്നു. അയാളിലേക്ക് ഒരു ദിവസം ജീവന്റെ പ്രകാശം എത്തുകയാണ്. ആ പ്രകാശം ക്രിസ്തുവാണ്. അയാൾ ചോദിക്കുന്നു, ആരാണിത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ പ്രതീക്ഷിക്കണം. ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ആ ചോദ്യത്തിന്, ക്രിസ്തുവിൻ്റെ ആ ചോദ്യത്തിന് ചെവി ഓർക്കണം. നീ ആരാണ്? പൗലോസേ എന്ന് വിളിക്കുമ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. നമ്മുടെയൊക്കെ ജീവിതചര്യകൾ കൊണ്ട് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചലുകളിൽ ക്രിസ്തുവിനെ നാം വല്ലാതെ മുറിപ്പെടുത്തുന്നില്ലേ? മുറിപ്പെട്ട ക്രിസ്തു നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നു, പുതിയ സൃഷ്ടിയാകണം, പുതിയ സൃഷ്ടിയായി മാറണം, ക്രിസ്തുവിലാകണം. പണ്ട് പരിശുദ്ധമായ മാമോദീസായിലൂടെ ഞാനും നിങ്ങളും ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതാണ്, പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടതാണ്. പക്ഷെ ജീവിത പന്ഥാവുകളിൽ എവിടെയോ നമ്മുടെ ദുഷ്ടചെയ്തികൾ കൊണ്ട് ആ നല്ല ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ദൈവമാണ്, ക്രിസ്തുവാണ് എനിക്കെല്ലാം എന്ന ബോധ്യത്തിൽ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് കഴിയണം. എൻ്റെ പാട്ടും പ്രശംസയും നീയാകുന്നുവെന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയണം. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശുവിൻ സ്വന്തം ഹല്ലേലൂയ, നിന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയ
പാട്ടും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും യേശുവേ എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. രാത്രി പോലും പകലാക്കുവാൻ കെൽപ്പുള്ള മനുഷ്യനിർമ്മിതമായ പ്രകാശത്തിൻ്റെ ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ നൊടിയിടയിൽ നമ്മൾ ആലോചിക്കാതെ ഇരിക്കുമ്പോൾ ആ പ്രകാശം നമുക്ക് നഷ്ടമാവുകയും നാം ഇരുട്ടിൽ വീണുപോവുകയും ചെയ്യും. അവിടെ ക്രിസ്തു പറഞ്ഞ ഒരു മന്ത്രം മറന്നു പോകരുത്. ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ഈ ലോകത്തിൽ പലതരമായ വർണ്ണപ്രപഞ്ചങ്ങളുടെ പിറകെ നാം സഞ്ചരിക്കുമ്പോഴും അനശ്വരമായ നിത്യമായ ഒരു പ്രകാശത്തെ നാം മറന്നു പോകുന്നില്ലേ? എവിടെയെങ്കിലുമൊക്കെ ജീവിത വഴികളിൽ അന്ധകാരത്തിൽ കാലിടറി വീഴുമ്പോഴാണ് ദൈവമേ, എൻ്റെ പ്രകാശമായവൻ നീയായിരുന്നുവല്ലോ എന്ന് നാം ഓർത്തെടുക്കുന്നത്. ചിലപ്പോൾ സമയം വല്ലാണ്ട് അതിക്രമിച്ചു പോകും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞവനെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണം. അറിവില്ലായ്മയുടെ, അഹങ്കാരത്തിൻ്റെ, ഗർവിൻ്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ ജീവൻ്റെ പ്രകാശമേ നീ എന്നിൽ ഉദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശൗൽ ക്രിസ്തുവിലായപ്പോൾ പ്രകാശം നിറഞ്ഞവനായി പൗലോസായി മാറുന്നത് നാം കണ്ടല്ലേ? ദൈവമേ, ക്രിസ്തുവാകുന്ന ജീവപ്രകാശം എന്നിൽ ഉദിക്കുമ്പോൾ എന്നെയും നിന്റെ ഏകജാതനിൽ ലയിപ്പിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പാടാം. യേശുവൻ സ്വന്തം ആ ജീവന്റെ പ്രകാശം കാണുന്നു ഞാൻ. യേശുവിൻ സ്വന്തം ഹല്ലേലൂയ തീർന്നു എന്നാദ്യം നീങ്ങി എന്താ ഇരുട്ടിൻ പാശം അറുത്തു ജീവപ്രകാശം കാണുന്നു ഞാൻ. എനിക്ക് പാട്ടും എനിക്കു പാട്ടും പ്രശംസയും യേശുവേ ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാട്ടും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാട്ടും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും.
ജീവിതത്തിൽ എന്തൊക്കെയോ സ്വന്തമാക്കാനുള്ള ഒട്ടപ്പാച്ചിലാണ് നമ്മൾ. സമ്പത്താണോ, മഹിമയാണോ, സന്താനങ്ങളുടെ നിലനിൽപ്പാണോ? എന്താണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ദൈവ കുഞ്ഞാട് സ്വന്തമാക്കേണ്ടത്? യേശുവേ, നിന്നെ സ്വന്തമാക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. എല്ലാം വെട്ടിപ്പിടിച്ച് അവസാനം 4 ചുവരുകളുള്ള നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ സമാധാനമില്ലാതെ കിടന്നുറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ എന്ത് സ്വന്തമാക്കിയിട്ടും എന്ത് കാര്യമാണുള്ളത്? യേശുവേ, നീ എൻ്റെ സ്വന്തമാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമായവയെല്ലാം നീ നൽകുമെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടാകാം, ബലഹീനതകളുണ്ടാകാം. കുറ്റബോധം കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാകാം നീ കടന്നു പോകുന്നത്. ആ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റിരുന്ന സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, യേശുവേ, നിന്നെ സ്വന്തമാക്കുവാൻ എൻ്റെ ആത്മാവിനെ നിന്നിലേക്ക് ലയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്തിൻ്റെയൊക്കെയോ പിറകിലായിരുന്നു അവരുടെ യാത്ര. ആ തിബരിയോസിൻ്റെ തടാക തീരത്ത് തങ്ങളുടെ വള്ളം, തങ്ങളുടെ വല, തങ്ങളുടെ അപ്പനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവരുടെ യാത്ര. മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള പരസ്യവാചകമൊക്കെ കണ്ടിട്ടാണ് അവർ പിറകെ പോകുന്നതെങ്കിലും യേശുവിനെ സ്വന്തമാക്കിയാണ് അവരവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത്. പൗലോസ്ലീഹായെ പറ്റിയല്ലേ നമ്മൾ ചിന്തിച്ചത്? ജീവിതത്തിൽ അയാളും അയാളുടെ ബുദ്ധി, ശക്തി, അധികാരങ്ങൾ കൊണ്ടൊക്കെ എന്തൊക്കെയോ സ്വന്തമാക്കാനുള്ള വല്ലാത്ത ഓട്ടത്തിലായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ നാഴിക കടന്നു വന്നു. അയാൾ ചോദിച്ചു, നീ ആരാണ്? യേശുവാണ്, രക്ഷകനായവൻ. നിന്നെ വീണ്ടെടുക്കുവാനായി, നിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാക്കി തീർക്കുവാനായി സ്വർഗത്തിൽ നിന്ന് തൻ്റെ സിംഹാസനം വിട്ട് നിന്നിലേക്ക് ഇറങ്ങി വന്നവൻ. നിന്നിൽ ലയിക്കാൻ ക്രിസ്തു തയ്യാറാണ്. അതിൻ്റെ സൂചനയാണ് മനുഷ്യാവതാരം. അവനിൽ ലയിക്കാൻ നീ തയ്യാറാണോ? അതാണ് വെല്ലുവിളി. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വലിയ പരീക്ഷ. നിന്നിൽ ലയിക്കുവാൻ തയ്യാറായി വന്നവനിൽ ലയിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടോ? യേശുവേ, ഞാൻ നിന്നിൽ ലയിക്കുമ്പോൾ നീ എൻ്റെ സ്വന്തവും ഞാൻ നിൻ്റെ സ്വന്തവും ആയിത്തീരുന്ന ആ ദിവ്യമായ പ്രണയാനുഭവത്തിലേക്ക് നിൻ്റെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് ഈ ആരാധനയിലൂടെ നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം. നാഥ, ഞാൻ ജീവിക്കുന്ന ഇടങ്ങളെ നീ അധിവസിക്കുന്ന സ്വർഗമാക്കി തീർക്കുവാൻ എന്നിൽ നീ ലയിക്കണമേ. യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. എന്നെ ദൈവ കുഞ്ഞാക്കി തീർക്കണമേ. യേശുവിൻ സ്വന്തം.
ഹല്ലേലൂയ. തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം നീക്കി രക്തത്തിനാ ദൈവകുഞ്ഞാക്കി ആത്മാവിനാ. യേശുവൻ സ്വന്തം, യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം നീക്കി രക്തത്തിനാ ദൈവകുഞ്ഞാക്കി. പരിശുദ്ധാത്മാവേ, യേശുവൻ സ്വന്തം, യേശുവിൻ സ്വന്തം. ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. എനിക്ക് പാട്ടും പ്രശംസയും, എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. ദൈവകുഞ്ഞാടും, ദൈവകുഞ്ഞാടും തൻ കുരിശും. ദൈവകുഞ്ഞാടും, ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശുവിൽ ലയിക്കുക എന്നാൽ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നാണ്. എങ്ങനെയാണ് ഒരാളെ വിശ്വസിക്കാതെ അയാളെ ലയിക്കുവാൻ സാധിക്കുക? നമ്മുടെയൊക്കെ ദാമ്പത്യ ബന്ധത്തിലേക്ക് ഒന്ന് ആഴമായി നോക്കണം. ഭാര്യ ഭർത്താവിൽ ഈ നിമിഷം വരെ ലയിച്ചിട്ടുണ്ടോ? മാതാപിതാക്കൾ മക്കളിൽ ഇതുവരെ ലയിച്ചിട്ടുണ്ടോ? മക്കൾ തങ്ങളെ പെറ്റ് പോറ്റ് വളർത്തിയ മാതാപിതാക്കളിൽ ഇതുവരെ ലയിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ ലയിക്കുമ്പോൾ, അവനിൽ വിശ്വസിച്ച് അവനിൽ ലയിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു മനുഷ്യരിൽ ലയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, സഭാജീവിതത്തിലൊക്കെ ഈ ലയനം സാധ്യമായി മാറണം. അങ്ങനെ ക്രിസ്തുവിൽ ലയിക്കുമ്പോൾ ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ, പുതിയ മന്ന, ജീവന്റെ അപ്പം പുതു നന്മയായി അളവില്ലാതെ നമ്മളിലേക്ക് പകരും. ആ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് പാടാം, വിശ്വാസത്തിൻ വാക്കുകൾ പറഞ്ഞിടുക. വിശ്വാസത്തിൻ വാക്കുകൾ പറഞ്ഞിടുക, യേശുവെ ഉയർത്തിടുക. അവിശ്വാസത്തെ ശാസിക്കുക,
കാണാത്തത് നിശ്ചയമായും. വിശ്വാസത്തിൻ വാക്കുകൾ പറഞ്ഞിടുക, യേശുവെ ഉയർത്തിടുക. അവിശ്വാസത്തെ ശാസിക്കുക, കാണാത്തത് നിശ്ചയമായും. ഞാൻ ആരെ വിശ്വസിച്ചെന്നറിഞ്ഞിടുന്നു, അതു നന്നായി അറിഞ്ഞിടുന്നു. ഞാൻ ആരെ വിശ്വസിച്ചെന്നറിഞ്ഞിടുന്നു, അതു നന്നായി അറിഞ്ഞിടുന്നു. അവനെന്റെ ഉപനിധിയായി വിജയത്തോടെ നടത്തിടുന്നു. അവനെന്റെ ഉപനിധിയായി എന്നെ ജയത്തോടെ നടത്തിടുന്നു. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ മന്ന, പുതുനന്മ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ മന്ന, പുതുനന്മ. പകരുക പകരുക അളവില്ലാതെ ദാസരിൻ നടുവിലിന്ന്. പകരുക പകരുക അളവില്ലാതെ ദാസരിൻ നടുവിലിന്ന്. വിശ്വാസത്തിൻ വാക്കുകൾ പറഞ്ഞിടുക, യേശുവെ ഉയർത്തിടുക. അവിശ്വാസത്തെ ശാസിക്കുക, കാണാത്തത് നിശ്ചയമായും. ഭൂമി അത് വന്നിടുമ്പോൾ വന്നുകയായി വഴി നടത്തും. കാടപ്പക്ഷിയെ കരത്തിൽ തരും, കരുണയോടെ നടത്തും. മരുഭൂമി അത് വന്നിടുമ്പോൾ വന്നുകയായി വഴി നടത്തും. കാടപ്പക്ഷിയെ കരത്തിൽ തരും, കരുണയോടെ നടത്തും. അതു നന്നായി അറിഞ്ഞിടുന്നു. ഞാനാരെ വിശ്വസിച്ചെന്നറിഞ്ഞിടുന്നു, അതു നന്നായി അറിഞ്ഞിടുന്നു. അവന്റെ ഉപനിധിയാ എന്നെ ജയത്തോടെ നടത്തിടുന്നു. അവന്റെ ഉപനിധിയാ എന്നെ ജയത്തോടെ നടത്തിടുന്നു. അന്ധകാരം എന്നെ മൂടിടുമ്പോൾ അഗ്നിസ്തംഭമായി അവനിറങ്ങും. നദിയന്മേൽ കവിഞ്ഞിടുമ്പോൾ ഉണങ്ങിയ നിലമാക്കിടും. അന്ധകാരം എന്നെ മൂടിടുമ്പോൾ അഗ്നിസ്തംഭമായി അവനിറങ്ങും. നദിയന്മേൽ കവിഞ്ഞിടുമ്പോൾ ഉണങ്ങിയ നിലമാക്കിടും. ഞാനാരെ വിശ്വസിച്ചെന്നറിഞ്ഞിടുന്നു, അതു നന്നായി അറിഞ്ഞിടുന്നു. ഞാനാരെ വിശ്വസിച്ചെന്നറിഞ്ഞിടുന്നു, അതു നന്നായി അറിഞ്ഞിടുന്നു. അവന്റെ ഉപനിധിയാ എന്നെ ജയത്തോടെ നടത്തിടുന്നു. അവന്റെ ഉപനിധിയാ എന്നെ ജയത്തോടെ നടത്തിടുന്നു. അവന്റെ ഉപനിധിയാ എന്നെ ജയത്തോടെ നടത്തിടുന്നു. ഹല്ലേലൂയ.